ഹായ് ഓൾ, B4 സിവിലിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ എൻജിനീയറിംഗ് സർവേയിങ്ങിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത് അല്ലേ. ഇനി ഈ ഒരു വീഡിയോയിൽ അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയായിട്ട് കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. The reciprocal ranging is applicable in survey work. Options: in plain terrain, B in valley region, C in hilly region, and D when the end stations are not intervisible due to high ground. Okay, അപ്പോൾ നമുക്ക് ഓപ്ഷൻസിലോട്ട് പോകുന്നതിന് മുമ്പ് ആദ്യം എന്താണ് റെസിപ്രോക്കൽ റേഞ്ചിങ് എന്ന് പഠിക്കണം. ഓക്കെ, ഫസ്റ്റ് റേഞ്ചിങ് എന്താണ്? റേഞ്ചിങ് നമ്മുടെ സർവേയിങ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സർവേയിങ്ങിൽ ഇൻ്റർമീഡിയറ്റ് പോയിന്റ്സ് ആഡ് ചെയ്യുന്നതിനാണ് റേഞ്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു റേഞ്ചിങ്ങിൽ വരുന്ന ഒരു മെത്തേഡാണ് ഈ ഒരു റെസിപ്രോക്കൽ റേഞ്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ മെത്തേഡ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ രണ്ട് സ്റ്റേഷൻസ് തമ്മിൽ ഇൻ്റർവിസിബിൾ ആയിട്ടുള്ള കണ്ടീഷൻ വരുമ്പോഴാണ് ഈ ഒരു റെസിപ്രോക്കൽ റേഞ്ചിങ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് സപ്പോസ് അതൊരു എക്സാമ്പിൾ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് പറയാം. ഇവിടെ ഒരു ഒബ്സ്ട്രക്ഷൻ എന്തോ ഉണ്ടെന്ന് വിചാരിക്കാം. ഇവിടെയാണ് എൻ്റെ ഒരു സ്റ്റേഷൻ എ എന്ന സ്റ്റേഷൻ ഇവിടെയാണ് സ്റ്റേഷൻ ബി. ഓക്കെ, സ്റ്റേഷൻ ബി. ഇങ്ങനെയുള്ളൊരു കേസിൽ എനിക്ക് റേഞ്ചിങ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? അല്ലെങ്കിൽ സർവേയിങ്ങിൽ ഞാൻ എന്ത് ചെയ്യും? ഇവിടെ ഫസ്റ്റ് സപ്പോസ് 2 പോയിന്റ്സ് ഞാൻ ചൂസ് ചെയ്യും. ഓക്കെ, 2 പോയിന്റ്സ് ഞാൻ ചൂസ് ചെയ്യും. നമ്മുടെ സർവേ ലൈൻസിൽ ഡയറക്റ്റായിട്ട് നമുക്ക് പോയിന്റ്സ് എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് 2 പോയിന്റ്സ് പുറത്ത് ഞാൻ ചൂസ് ചെയ്യുന്നു, പോയിന്റ് സിയും പോയിന്റ് ഡിയും. ഈ ഒരു 2 പോയിന്റ്സിൻ്റെ പ്രത്യേകത 2 പോയിന്റ്സിനും 2 സ്റ്റേഷൻസിലോട്ടും വിസിബിൾ ആയിരിക്കണം. ഓക്കെ, 2 പോയിന്റ്സിലോട്ടും സ്റ്റേഷനിലോട്ടും വിസിബിൾ ആയിരിക്കണം. ഓക്കെ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനി ഞാൻ ഇവിടെ നിന്ന് പോയിന്റ് എയിൽ നിന്നും പോയിന്റ് ഡിയിലോട്ട് റേഞ്ച് ചെയ്യുന്നു. ഓക്കെ, അല്ലെങ്കിൽ സൈറ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു സൈറ്റ് ചെയ്ത ഈ ഒരു ലൈനിലോട്ട് നമ്മുടെ പോയിന്റ് സി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിട്ട് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ട് ഡിസ്പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ഇപ്പോൾ നമ്മുടെ പോയിന്റ് സി ഇവിടെ എത്തി. ഓക്കെ, അങ്ങനെ സൈറ്റ് ചെയ്ത് റേഞ്ച് ചെയ്ത് ഇവിടെ നമ്മുടെ പോയിന്റ് സി ഡാഷ് ആയി മാറി. ഓക്കെ, ഇനി അടുത്ത പോയിൻ്റാണ് നമ്മുടെ പോയിന്റ് സ്റ്റേഷൻ ബി. സ്റ്റേഷൻ ബിയിൽ നിന്നും ഇവിടെ നിന്നും പോയിന്റ് സിയിലോട്ട് സൈറ്റ് ചെയ്യുന്നു. ഓക്കെ, അല്ലെങ്കിൽ റേഞ്ച് ചെയ്യുന്നു. ഇവിടെ നിന്നും ഈ ഒരു ലൈനില്ലേ, നമ്മുടെ സിയും ബിയും കണക്ട് ചെയ്യുന്ന ഈ ഒരു ലൈനിലോട്ട് ഒരു പെർപെൻഡിക്കുലർ ഡിസ്പ്ലേസ്മെൻറ്റിൽ നമ്മുടെ പോയിന്റ് ഡി ഡിസ്പ്ലേസ് ചെയ്ത് വന്നു. ഓക്കെ, അങ്ങനെ നമ്മുടെ ചൂസ് ചെയ്ത 2 പോയിന്റ്സും ഡിസ്പ്ലേസ് ചെയ്ത് മുമ്പിലോട്ട് വന്നു. ഓക്കെ, ഇനി ഈ ഒരു സെയിം പ്രോസസ്സ് തന്നെ നമുക്ക് ഇനിയും കണ്ടിന്യൂ ചെയ്യാം. നമ്മുടെ എയിൽ നിന്നും ഡിയിലോട്ട് കണക്ട് ചെയ്യുന്നു. ഈ ഒരു ഡിസ്റ്റൻസിലോട്ട് അല്ലെങ്കിൽ അവരുടെ ഈ ഒരു ഡിസ്റ്റൻസിലോട്ട് പെർപെൻഡിക്കുലർ ഡിസ്പ്ലേസ്മെൻറ്റിൽ നമ്മുടെ സി ഡാഷ് പ്ലേസ് ചെയ്യുന്നു. സി ഡബിൾ ഡാഷ് ആയി മാറി. ഇനി നമ്മുടെ ബി എന്ന പോയിന്റിൽ നിന്നും നമ്മുടെ സി ഡബിൾ ഡാഷ് ഈ ഒരു പുതിയൊരു പോയിന്റ് സി ഡബിൾ ഡാഷിലോട്ട് വരുന്നു. നമ്മുടെ ഡി ഡാഷ് ഇങ്ങോട്ട് പ്ലേസ് ചെയ്ത് ഡി ഡബിൾ ഡാഷ് ആയി മാറി. ഓക്കെ, അങ്ങനെ ഇനിയും ഇത് റിപ്പീറ്റ് ചെയ്ത് ഫൈനലായിട്ട് നമുക്കൊരു സ്ട്രൈറ്റ് ലൈൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. സ്ട്രൈറ്റ് ലൈനിൽ നമ്മുടെ ചൂസ് ചെയ്ത സി ട്രിപ്പിൾ ഡാഷും ഡി ട്രിപ്പിൾ ഡാഷും വരുന്നു. ഓക്കെ, അങ്ങനെ നമ്മുടെ സർവേ ലൈൻസിൽ നമ്മുടെ ഇൻ്റർമീഡിയറ്റ്സ് പോയിന്റ്സ് ആഡ് ചെയ്യാൻ കഴിയുന്നു. ഇതാണ് റെസിപ്രോക്കൽ റേഞ്ചിങ് എന്നുള്ള പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് റെസിപ്രോക്കൽ റേഞ്ചിങ് എന്താണെന്നുള്ളത് നമുക്ക് ഓവറോൾ ആയിട്ട് ഒരു ഐഡിയ കിട്ടി. ഇനി എന്താണ് റെസിപ്രോക്കൽ റേഞ്ചിങ്? നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാം? നമ്മുടെ 2 സ്റ്റേഷൻസ് തമ്മിൽ കാണാൻ കഴിയാത്ത വരുന്ന കേസിലാണ് യൂസ് ചെയ്യുക. ഓക്കെ, ഇത്രയും പഠിച്ചു കഴിഞ്ഞില്ലേ? ഓക്കെ, ഇനി നമുക്ക് ഓപ്ഷൻസിലോട്ട് പോവാം. ഓപ്ഷൻസിൽ ബെസ്റ്റ് ഓപ്ഷൻ ഏതായിരിക്കും? when the end stations are not intervisible due to high ground. ഓക്കെ, നമ്മുടെ സ്റ്റേഷൻസ് ഇൻ്റർവിസിബിൾ ആയി. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഏതെടുക്കാം? ഓപ്ഷൻ ഡി എടുക്കാം. ഓക്കെ, ഇനി ഇവിടെ ഹില്ലി റീജിയൺ അല്ലേ എന്നൊക്കെ നമുക്ക് ഡൗട്ട് തോന്നും. ഇവിടെ സ്റ്റേഷൻസ് വിസിബിൾ ആണോ അല്ലേ എന്ന് നമുക്കറിയില്ല.
ഓക്കെ, നമ്മുടെ സ്റ്റേഷൻസ് ഇന്റർവിസിബിൾ ആവുന്ന കേസാണ് നമ്മൾ പറയുന്നത്. ചില കേസിൽ നമ്മുടെ ഹില്ലി റീജിയൻസ് ഇന്റർവിസിബിൾ ആയ രീതി വരും, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ സൈസ് ഓഫ് എ തിയോഡലൈറ്റ് മീൻസ്. നമ്മുടെ തിയോഡലൈറ്റിന്റെ സൈസ് എന്ത് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നാണ്. ഓപ്ഷൻ എ ലെങ്ത് ഓഫ് ദി ടെലിസ്കോപ്പ്, ഓപ്ഷൻ ബി ഡയമീറ്റർ ഓഫ് ദി ഗ്രാജുവേറ്റഡ് ഹൊറിസോണ്ടൽ സർക്കിൾ, ഓപ്ഷൻ സി ഹൈറ്റ് ഓഫ് ദി സ്റ്റാൻഡേർഡ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോവ്. അപ്പോൾ നമ്മുടെ തിയോഡലൈറ്റിൻ്റെ സൈസ് ഒരു ഡയമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എന്നറിയാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മുടെ ഓപ്ഷൻ ഏതെടുക്കാം? ദ ഡയമീറ്റർ ഓഫ് ദി ഗ്രാജുവേറ്റഡ് ഹൊറിസോണ്ടൽ സർക്കിൾ. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ തിയോഡലൈറ്റിലെ ബോട്ടം സർക്കിളിൻ്റെ ഡയമീറ്റർ വെച്ചിട്ടാണ് തിയോഡലൈറ്റിൻ്റെ സൈസ് ഡിറ്റർമൈൻ ചെയ്യാം. നോക്കിയേ, ഇതൊരു തിയോഡലൈറ്റിന്റെ ഫിഗർ ആണ്. ഓക്കെ, ഈ ഒരു തിയോഡലൈറ്റിൽ ഇതാണ് ഹൊറിസോണ്ടൽ സർക്കിൾ. ഓക്കെ, ഇവിടെ കാണിച്ചിട്ടുള്ളതാണ് ഹൊറിസോണ്ടൽ സർക്കിൾ. ഈ ഒരു ഹൊറിസോണ്ടൽ സർക്കിളിന്റെ ഡയമീറ്ററിനനുസരിച്ചാണ് നമ്മുടെ തിയോഡലൈറ്റിന്റെ ഡയമെൻഷൻ റെപ്രസെന്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇതും ആരും മറക്കാതിരിക്കാം. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. The cross sectioning and the longitudinal sectioning is option A simple leveling, option B differential leveling, option C profile leveling, option D check leveling. ഇവിടെ നമ്മുടെ ഓപ്ഷൻസ് നോക്കി കഴിഞ്ഞാൽ സിമ്പിൾ ലെവലിംഗ് എന്താ? സിമ്പിൾ ലെവലിംഗ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുക? സിംഗിൾ ഇൻസ്ട്രുമെന്റ് പൊസിഷൻ വരുന്ന സമയത്ത് അല്ലേ? നമ്മുടെ ഇൻസ്ട്രുമെന്റ് ഒരു സ്ഥലത്ത് മാത്രം വെച്ചിട്ട് ഒരു സിംഗിൾ പൊസിഷനിൽ തന്നെ നമുക്ക് ലെവലിംഗ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് സിമ്പിൾ ലെവലിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഓപ്ഷൻ ഡി ഏതാണ്? നമ്മുടെ ഡിഫറൻഷ്യൽ ലെവലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ സെലക്ട് ചെയ്ത പോയിന്റ്സിന്റെ ലെവൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. ഓക്കെ, ടു മച്ച് എലവേഷൻ ഡിഫറൻസ് വരുന്ന കേസാണ് ഡിഫറൻഷ്യൽ ലെവലിംഗ്. അല്ലെങ്കിൽ അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ടു ഫാർ ആയിരിക്കും. ഒരുപാട് ദൂരം ഉള്ള ഡിസ്റ്റൻസ് വരുന്ന ഗ്യാപ്പ് വരുന്ന ടൈപ്പ് ലെവലിംഗ് ആണ് ഡിഫറൻഷ്യൽ ലെവലിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ഇൻസ്ട്രുമെന്റ് പൊസിഷൻസ് മാറിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് ഇൻസ്ട്രുമെന്റ് പൊസിഷൻസ് വരുന്ന ഒരു കേസാണ്. ഓക്കെ, പിന്നെ മൂന്നാമത്തേതാണ് പ്രൊഫൈൽ ലെവലിംഗ് ആണ് നമ്മുടെ ഈ റെയിൽവേ ട്രാക്സ്, റോഡ്സ്, പേയ്മെന്റ്സ് അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സിന്റെ ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിന്റെ ലെവലിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ലെവലിംഗ് ആണ് പ്രൊഫൈൽ ലെവലിംഗ്. ഓക്കെ, പിന്നെ ഫോർത്ത് വൺ ആണ് ചെക്ക് ലെവലിംഗ്. ചെക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നതാണ് ചെക്ക് ലെവലിംഗ്. അപ്പോൾ ഈ ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആയിരിക്കും. ഓക്കെ, പ്രൊഫൈൽ ലെവലിംഗ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? Which of the method is most suitable for leveling across the river? ഓക്കെ, നമ്മുടെ റിവർ അക്രോസ് ആയിട്ട് നമ്മുടെ ലെവലിംഗ് ചെയ്യുന്ന സ്ഥലത്ത് ഒരു റിവർ ഉണ്ട്. ആ റിവറിനെ അക്രോസ് ആയിട്ട് ലെവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് ഓപ്ഷനാണ് ചൂസ് ചെയ്യുന്നത് എന്നാണ്. ഓക്കെ, ഡിഫറൻഷ്യൽ ലെവലിംഗ് എന്താന്ന് നേരത്തെ പറഞ്ഞു. എന്തായിരുന്നു? നമ്മുടെ രണ്ട് പോയിന്റ്സിന്റെ എലവേഷൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഹൈ ആവുക, അല്ലെങ്കിൽ രണ്ട് പോയിന്റ്സിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഹൈ ആവുക. ഈ ഒരു രണ്ട് കേസിലാണ് ഡിഫറൻഷ്യൽ ലെവലിംഗ് നമ്മൾ യൂസ് ചെയ്യാറ്. അതിന് പ്രത്യേകത എന്താ? അവിടുത്തെ സ്റ്റേഷൻ പോയിന്റ്സ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് പോയിന്റ്സ് മാറിക്കൊണ്ടിരിക്കും. പിന്നെ ഫ്ലൈ ലെവലിംഗ് എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ലെവലിംഗ് പോയിന്റും നമ്മുടെ ബെഞ്ച് മാർക്കും തമ്മിൽ ലാർജ് ഡിഫറൻസ് വരുന്നതാണ് ഫ്ലൈ ലെവലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി അടുത്തതാണ് റെസിപ്രോക്കൽ ലെവലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ രണ്ട് പോയിന്റ്സ്, നമ്മുടെ രണ്ട് സ്റ്റേഷൻസ് പോയിന്റ്സ് തമ്മിൽ ലാർജ് ഡിഫറൻസ് വരുന്ന ലാർജ് ഡിസ്റ്റൻസ് വരിക. ആ ഒരു കേസാണ് ഈ ഒരു റെസിപ്രോക്കൽ ലെവലിംഗ്, അല്ലെങ്കിൽ രണ്ട് പോയിന്റ്സ് തമ്മിൽ ഇന്റർവിസിബിൾ ആയിട്ടുള്ള കേസ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു അല്ലേ, റെസിപ്രോക്കൽ റേഞ്ചിങ് എന്ന് പറയുന്നത്. സെയിം റീസൺ തന്നെയാണ് ഇവിടെ റെസിപ്രോക്കൽ ലെവലിങ്ങിലും വരുന്നത്.
ലെവലിങ്ങിൽ നമ്മുടെ പോയിന്റ്സ് തമ്മിൽ ഇൻ്റർവിസിബിൾ ആയിട്ട് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് ഒബ്സ്ട്രക്ഷൻ വരുന്ന കേസിലാണ് നമ്മൾ ഈ ഒരു റെസിപ്രോക്കൽ ലെവലിങ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഏതെടുക്കാം? ഓപ്ഷൻ സി. ഓക്കെ, പ്രൊഫൈൽ ലെവലിംഗ് എന്താണ് നമ്മൾ നേരത്തെ പഠിച്ചു. നമ്മുടെ റോഡ് പേയ്മെൻറ്റ്സ്, അതുപോലെ റെയിൽവേസ്, അങ്ങനെയുള്ള ഒരു ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിൻ്റെ ലെവലിങ്ങിലാണ് നമ്മുടെ ഈ ഒരു പ്രൊഫൈൽ ലെവലിംഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇൻ ലെവലിംഗ് ദ സ്റ്റേഷൻ ഈസ് എ പോയിന്റ് വേർ ദ ഹെൽഡ് ദ ഓപ്ഷൻ എ ലെവലിംഗ് സ്റ്റാഫ്, ഓപ്ഷൻ ബി റേഞ്ചിങ് റോഡ്, ഓപ്ഷൻ സി ലെവലിംഗ് ഇൻസ്ട്രുമെൻറ്റ്, ഓപ്ഷൻ ഡി ഓഫ്സെറ്റ് റോഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലെവലിങ്ങിൽ സ്റ്റേഷൻ പോയിന്റ് എന്ന് പറയുന്നത് ഏത് പോയിന്റ് ആണെന്നാ? അപ്പോൾ നമ്മുടെ സ്റ്റേഷൻ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ലെവലിംഗ് സ്റ്റാഫ് പ്ലേസ് ചെയ്യുന്ന പോയിന്റ്സിനാണ് ലെവലിംഗ് സ്റ്റാഫ് പ്ലേസ് ചെയ്ത പോയിന്റിനാണ് സ്റ്റേഷൻ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, തിയോഡലൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, in an internal focusing telescope, the focusing is achieved movement of lens which is fixed inside the telescope and the lens byte is of the nature of. Okay, നമ്മുടെ ടെലസ്കോപ്പ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മുടെ തിയോഡലൈറ്റിലുള്ള ഒരു എലമെൻ്റ് ആണ് നമ്മുടെ ടെലസ്കോപ്പ്. ഈ ഒരു ടെലസ്കോപ്പിൽ ഇൻറ്റേർണലായിട്ട് യൂസ് ചെയ്യുന്ന ലെൻസ് ഏതാണെന്നാണ്? ഓപ്ഷൻ ഏതായിരിക്കും? കോൺകേവ്. ഓക്കെ, നമ്മുടെ ഒബ്ജക്റ്റിനെ ഇൻറ്റേർണലായിട്ട് വ്യൂ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് കോൺകേവ് ആണ്. നമ്മുടെ എക്സ്റ്റേണലായിട്ട് യൂസ് ചെയ്യുന്നത് അതൊരു കോമ്പോസിറ്റ് രീതിയിലുള്ള ലെൻസ് ആവാം യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഇൻറ്റേർണലായിട്ട് കോൺകേവ് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ വ്യൂ ചെയ്യുന്ന ഒബ്ജക്റ്റ് ഒരു ഇൻവേർട്ടഡ് രീതിയിലായിരിക്കും നമുക്ക് വ്യൂ ചെയ്യാൻ കഴിയുക. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള മെയിനായിട്ട് ഈ ഒരു ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ തിയോഡലൈറ്റിൽ വരുന്നത്. തിയോഡലൈറ്റിൻ്റെ ഇൻറ്റേർണൽ ലെൻസ് എന്ന് പറയുന്നത് കോൺകേവ് ആണ്. ഇനി അടുത്തത് എന്താണ് ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ ഇൻസ്ട്രുമെൻറ്റ് വിത്ത് ടെലസ്കോപ്പ് ക്യാൻ ബി റിവോൾവ് ത്രൂ 180 degree in the vertical plane about its horizontal axis. ഓക്കെ, ഏത് ഇൻസ്ട്രുമെൻ്റ് ആണ് അതിൻ്റെ വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ ആക്സിസിൽ അതിൽ വരുന്ന ടെലസ്കോപ്പ് 180 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യാൻ കഴിയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെലസ്കോപ്പുള്ള ഒരു ഒബ്ജക്റ്റ് ആണ് ഏത്? നമ്മുടെ തിയോഡലൈറ്റ് അല്ലേ? നമ്മുടെ തിയോഡലൈറ്റിൽ വരുന്ന ടെലസ്കോപ്പിക് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണ്. ഈ ഒരു ടെലസ്കോപ്പിക് ഒബ്ജക്റ്റിൽ നമ്മുടെ ഈ ഒരു ടെലസ്കോപ്പ് ഇൻക്ലൂഡഡ് ചെയ്തിട്ടുള്ള തിയോഡലൈറ്റ് രണ്ട് രീതിയിൽ ഉണ്ട്. ഓക്കെ, ഒന്ന് നമ്മുടെ 180 ഡിഗ്രിയിൽ ടെലസ്കോപ്പിനെ റൊട്ടേറ്റ് ചെയ്യാൻ കഴിയുന്ന ടൈപ്പ് ടെലസ്കോപ്പുകളുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ തിയോഡലൈറ്റ്. ജസ്റ്റ് നമ്മുടെ ടെലസ്കോപ്പ്. ഈ ഒരു ടെലസ്കോപ്പിന് ഹൊറിസോണ്ടൽ ആക്സിസ് ആണ് കേട്ടോ. ഈ ഒരു ഹൊറിസോണ്ടൽ ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഹൊറിസോണ്ടൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ ആക്സിസിൽ 180 ഡിഗ്രി കറങ്ങാൻ കഴിയുന്ന ടെലസ്കോപ്പുകൾ കറങ്ങാൻ കഴിയുന്ന തിയോഡലൈറ്റിന് പറയുന്ന പേരാണ് ട്രാൻസിറ്റ് തിയോഡലൈറ്റ്. ഓക്കെ, ട്രാൻസിറ്റ് തിയോഡലൈറ്റ്. ഓക്കെ, മറന്നു പോകരുത്. ട്രാൻസിറ്റ് തിയോഡലൈറ്റ് എന്ന് പറയുന്നത് 180 ഡിഗ്രിയിൽ ടെലസ്കോപ്പ് റൊട്ടേറ്റ് ചെയ്യാൻ കഴിയുന്ന ടെലസ്കോപ്പുകൾക്ക് പറയുന്നതാണ് ട്രാൻസിറ്റ് തിയോഡലൈറ്റ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ ലെവലിങ്ങിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ കറക്ഷൻ ഫോർ ദി കർവേച്ചർ ഇൻ മീറ്റേഴ്സ് ഇസ്. നമ്മുടെ ലെവലിംഗ് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, നമ്മുടെ എർത്തിൻ്റെ കർവേച്ചർ കൺസിഡർ ചെയ്തിട്ടും കൺസിഡർ ചെയ്യാത്ത ഒരു കേസും ഉണ്ട്. ഓക്കെ,
കൺസിഡർ ചെയ്യാത്ത കേസ് എന്ന് പറയുന്നത് നമ്മുടെ ലെവലിങ്ങിൽ നമ്മുടെ പോയിന്റ്സിൻ്റെ ഡിസ്റ്റൻസ് ചെറുതാണെങ്കിൽ നമുക്ക് അവിടെ എർത്തിൻ്റെ കർവേച്ചർ കൺസിഡർ ചെയ്യണമെന്നില്ല. ഓക്കെ, ഹൊറിസോണ്ടൽ സർഫസ് ആണെന്നുള്ള ഒരു അസംഷനിൽ നമുക്ക് എടുക്കാം. ഓക്കെ, പക്ഷേ ചില കേസിൽ ലാർജ് ഡിസ്റ്റൻസിലുള്ള പോയിന്റ്സിൻ്റെ ലെവലിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ അവിടെ എർത്തിൻ്റെ കർവേച്ചറിൽ വേരിയേഷൻ വരും, അല്ലെങ്കിൽ എർത്തിൻ്റെ കർവേച്ചർ അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കും. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത്? ഇപ്പോൾ സപ്പോസ് നമ്മുടെ എർത്തിൻ്റെ കർവേച്ചർ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ ലെവലിംഗ് ഇൻസ്ട്രുമെൻറ്റ്. ഓക്കെ, ഇവിടെയാണ് സ്റ്റാഫ് റോഡ് വെച്ചിട്ടുള്ളത് എന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്താണ്? ഇതൊരു ഹൊറിസോണ്ടൽ നോർമൽ സർഫസ് ആണെന്നാണ് അല്ലേ? നമ്മൾ അസ്യൂം ചെയ്തിരുന്നത് ഇതൊരു നോർമൽ സർഫസ് ആണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിനെ ലെവൽ ചെയ്യുന്നത്. പക്ഷെ എക്സാക്റ്റ് ആയിട്ട് അങ്ങനെയാണോ? അല്ല, ഇവിടെ കർവേച്ചർ വന്നിട്ട് ഇവിടെ പൊസിഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലൂടെ ലെവൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ഇങ്ങോട്ട് പോവും. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് ഇവിടെ മീറ്റ് ചെയ്യും. ഓക്കെ, പക്ഷേ ആക്ച്വലി നമ്മുടെ ഈ ഒരു കർവേച്ചർ കാരണം നമ്മുടെ ഈ ഒരു റീഡിങ് എന്ന് പറയുന്നത് ഇതാ ഈ ഒരു പൊസിഷനിലായിരിക്കും എക്സാക്ട് റീഡിങ് വരുന്നത്. ഓക്കെ, നമ്മുടെ കർവേച്ചറിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത്. മനസ്സിലായാലോ? നമ്മുടെ നേരത്തേത് നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ് എന്നുള്ള അസംഷനിലാണ് നമ്മുടെ ഈ ഒരു ലൈൻ ഓഫ് സൈറ്റ് വന്നിരുന്നത്. ഓക്കെ, അവിടെ നിന്നാണ് റീഡിങ് എടുത്തിരുന്നത്. പക്ഷെ നമ്മുടെ ലെങ്ത് കൂടുന്ന ഡിസ്റ്റൻസ് കൂടുന്ന സമയത്ത് ഇവിടെ നമ്മുടെ കർവേച്ചറും കൂടെ ഒരു ഇൻഫ്ലുവൻസിങ് ഫാക്ടറായി മാറും. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമ്മുടെ എക്സാക്ട് പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത്. ഓക്കെ, ഇത്ര ഡിഫറൻസ് നമ്മുടെ കർവേച്ചർ കാരണം ഇത്ര ഡിഫറൻസ് ലെവൽ ഡിഫറൻസ് വരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ കിട്ടുന്ന പോയിന്റ് നമ്മുടെ ശരിക്കുള്ള എക്സാക്ട് പോയിന്റിനേക്കാളും വലിയ റീഡിംഗ് ആയിരിക്കും നമുക്ക് ഈ ഒരു കർവേച്ചർ വരുന്ന സമയത്ത് ലഭിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ എന്ത് ചെയ്യണം? നമ്മുടെ കർവേച്ചറിൻ്റെ കറക്ഷൻ ചെയ്യണം. ഓക്കെ, കർവേച്ചറിന് കറക്ഷൻ ചെയ്യുന്ന ഇക്വേഷനാണ് 0.0785 d². ഓക്കെ, where d is the distance between the points അല്ലെങ്കിൽ സ്റ്റേഷൻ ആൻഡ് പോയിന്റ്സ് ഇൻ കിലോമീറ്റർ. ഓക്കെ, മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ നമ്മുടെ കറക്ഷൻ ഫാക്ടർ ഫോർ ദി കർവേച്ചർ എന്ന് പറയുന്നത്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഈ ബബിൾ ട്യൂബ് ഈസ് എ ഓപ്ഷൻ എ curved glass tube, B straight glass tube, C rectangular glass tube, D level glass tube. ഓക്കെ, നമ്മുടെ ഓപ്ഷനിലോട്ട് പോകുന്നതിന് മുമ്പ് എന്താണ് ബബിൾ ട്യൂബ്? നമ്മൾ എന്തിനാണ് ബബിൾ ട്യൂബ് യൂസ് ചെയ്തിരുന്നത്? നമ്മുടെ ലെവലിങ് റെഡിയാക്കാനും വേണ്ടി അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്തത് ലെവലായോ എന്ന് ചെക്ക് ചെയ്യാൻ. സെൻറ്ററിങ് ആൻഡ് ലെവലിങ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് ആയിരുന്നു നമ്മുടെ ഇൻസ്ട്രുമെൻസിൽ അല്ലേ? സെൻറ്ററിങ് നമ്മുടെ ഒരു പോയിന്റ്, നമ്മുടെ എക്സാക്ട് പോയിന്റിന് മുകളിൽ സെറ്റ് ചെയ്യാനും വേണ്ടി. ലെവലിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യാനാണ്, അല്ലെങ്കിൽ സെറ്റ് ചെയ്യാനാണ് ലെവലിംഗ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മുടെ ലെവലിംഗ് ഇൻസ്ട്രുമെൻ്റ് എങ്ങനെയായിരിക്കും? നമ്മുടെ ഒരു ട്യൂബ് ഉണ്ടാകും, ഒരു കേർവ്ഡ് ആയിട്ടുള്ള ഒരു ട്യൂബായിരിക്കും. ഓക്കെ, ഒരു കേർവ്ഡ് ആയിട്ടുള്ള ട്യൂബാണ് ഈ ഒരു ലെവലിംഗ് ഇൻസ്ട്രുമെൻറ്റിൽ ഉണ്ടാവുക. എന്നിട്ട് ഈ ഒരു ട്യൂബിൽ ആൽക്കഹോൾ അല്ലെങ്കിൽ ആൽക്കഹോളോ ഈതറോ ഫില്ല് ചെയ്തിട്ടുണ്ടാവും, കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഇതാണ് ഒരു പോയിന്റ്. പിന്നെ ഒന്ന് ഈ ഒരു ട്യൂബിൽ ഒരു എയർ ബബിൾ ഉണ്ടാവും. ഓക്കെ, എയർ ബബിൾ. ഈ ഒരു എയർ ബബിൾ സെൻട്രൽ അലൈൻ ചെയ്യുമ്പോഴാണ് നമ്മുടെ ലൈൻ ഓഫ് സൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടലായിട്ട് വരുന്നുണ്ടാവുള്ളൂ. ഓക്കെ, ഇനി എയർ ബബിൾ ടോപ്പ് സെൻട്രലിൽ വരാനും വേണ്ടിയാണ് ഇവിടെ ഒരു കേർവ്ഡ് ഗ്ലാസ് ട്യൂബായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, കേർവ്ഡ് ഗ്ലാസ് ട്യൂബാണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. സോ നമുക്ക് എങ്ങനെ പറയാം?
നമ്മുടെ ബബിൾ ട്യൂബിൽ ആൽക്കഹോൾ ഈതർ ഫില്ല് ചെയ്തിട്ടുണ്ടാവും. അവിടെ ഒരു എയർ ബബിൾസ് ഉണ്ടാവും. ആ ഒരു എയർ ബബിൾസ് ടോപ്പ് സെൻറ്ററിൽ വരാൻ വേണ്ടി ഒരു കേർവ്ഡ് ഗ്ലാസ് ട്യൂബ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ എ. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, 10th ക്വസ്റ്റ്യൻ ആണ്. ഈ 50 സെൻറ്റിമീറ്റർ തിയോഡലൈറ്റ് മീൻസ്, നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചിരുന്നു അല്ലേ? നമ്മുടെ തിയോഡലൈറ്റിൻ്റെ സൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? അതിൻ്റെ ഹൊറിസോണ്ടൽ ഡിസ്കിൻ്റെ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ പ്ലേറ്റിൻ്റെ ഡയമീറ്ററിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു നോളജിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം? The radius of the the diameter of the lower plate is 15 centimeter. ഓക്കെ, റൈറ്റ് ആൻസർ അതല്ലേ? നമ്മുടെ ലെങ്ത് ഓഫ് ദി ടെലിസ്കോപ്പ് ആണോ 50 സെൻറ്റിമീറ്റർ? അല്ല. നമ്മുടെ ഹൈറ്റ് ഓഫ് ദി സ്റ്റാൻഡേർഡ് ആണോ? അല്ല. റേഡിയസ് ഓഫ് ദി അപ്പർ പ്ലേറ്റ് ആണോ? നോ. അതുപോലെ റേഡിയസും അല്ല. വേറെന്താ? ഡയമീറ്റർ ആണ് ഏതിൻ്റെ? ലോവർ പ്ലേറ്റിൻ്റെ. ഓക്കെ, ലോവർ പ്ലേറ്റിൻ്റെ ഡയമെൻഷനാണ് നമ്മുടെ തിയോഡലൈറ്റിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സൈസ് എന്ന് പറയുന്നത്. ഇനി 11th വൺ ആണ് ഇനി ട്രാൻസിറ്റ് തിയോഡലൈറ്റ്. ഓക്കെ, ട്രാൻസിറ്റ് തിയോഡലൈറ്റ് എന്താണ്? നമ്മുടെ 180 ഡിഗ്രിയിൽ വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ ആക്സിസിന് റൊട്ടേറ്റ് ചെയ്യാൻ കഴിയുന്ന തിയോഡലൈറ്റിൽ when the line of collimation is horizontal, the vertical circle vernier must read. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ട്രാൻസിറ്റ് തിയോഡലൈറ്റ് എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ നോ ഡൗട്ട് ഈ ലൈൻ ഓഫ് കോളിമേഷൻ എന്താണെന്ന് അറിയണം. അതുപോലെ വെർട്ടിക്കൽ സർക്കിൾ വെർനിയർ എന്താണെന്നും അറിയണം. ഇനി ലൈൻ ഓഫ് കോളിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈൻ ഓഫ് കോളിമേഷൻ എന്ന് പറയുന്നത് നമ്മുടെ തിയോഡലൈറ്റിലുള്ള ടെലസ്കോപ്പിലെ ഡയഫ്രമും നമ്മുടെ ഒബ്ജക്റ്റ് ലെൻസിനും ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരുന്ന ഒരു ഇമാജിനറി ലൈനാണ് ഈ ഒരു ലൈൻ ഓഫ് കോളിമേഷൻ എന്ന് പറയുന്നത്. നമുക്കിതിനെ വേറൊരു രീതിയിൽ പറയാൻ പറ്റും. എങ്ങനെ? നമ്മുടെ ലൈൻ ഓഫ് സൈറ്റ് ഹൊറിസോണ്ടൽ ആയിട്ട് വരുന്ന കേസാണ് ലൈൻ ഓഫ് കോളിമേഷൻ എന്ന് പറയാം അല്ലേ? നമ്മുടെ ഇതൊരു ഹൊറിസോണ്ടൽ ലൈനാണ് ലൈൻ ഓഫ് കോളിമേഷൻ. നമ്മുടെ ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒബ്ജക്റ്റിലോട്ട് സീൻ ചെയ്യുന്ന ആ ഒരു ലൈനാണ്, ഇമാജിനറി ലൈനാണ് ലൈൻ ഓഫ് സൈറ്റ്. ഈ ഒരു ലൈൻ ഓഫ് സൈറ്റ് പാരലലായിട്ട് ലൈൻ ഓഫ് സൈറ്റ് ഹൊറിസോണ്ടലായി വന്നാൽ അതൊരു കോളിമേഷൻ ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ലൈൻ ഓഫ് കോളിമേഷൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് സൈറ്റ് ആണെന്നും പറയാം. ഓക്കെ, അപ്പോൾ ഹൊറിസോണ്ടൽ ആയിട്ട് നമ്മുടെ ലൈൻ ഓഫ് കോളിമേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വെർട്ടിക്കൽ സർക്കിളിൽ റീഡിങ് എങ്ങനെയായിരിക്കും? 0 ആവില്ലേ? അതൊരു ഹൊറിസോണ്ടൽ ആണ്. അവിടെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ഇല്ല. അവിടെ റീഡിങ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ നമുക്ക് റീഡിങ് എന്ന് പറയുന്നത് 0. ഇനി സപ്പോസ് ഇൻ കേസ് അവിടെ 0 വന്നിട്ടില്ല, നമ്മുടെ ലൈൻ ഓഫ് കോളിമേഷൻ അല്ലെങ്കിൽ നമ്മുടെ ലൈൻ ഓഫ് സൈറ്റ് 0 ഹൊറിസോണ്ടലായി വന്നിട്ട് പോലും അവിടുത്തെ റീഡിങ് കാണിക്കുന്നുണ്ട് എന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ആ ഒരു ഇൻസ്ട്രുമെൻറ്റിൽ ഇറർ വരുന്നുണ്ട് എന്ന്. ഓക്കെ, ആ ഒരു ഇൻസ്ട്രുമെൻറ്റിന് ഇറർ ഉണ്ട്. ആ ടൈപ്പ് ഇററിന് പറയുന്ന പേരാണ് എന്ത്? ഇൻഡെക്സ് ഇറർ. ഓക്കെ, ഇതും ഒന്ന് നോട്ട് ചെയ്തോളൂ. നമ്മുടെ ഇൻ കേസ് നമ്മുടെ ലൈൻ ഓഫ് കോളിമേഷൻ പാരലൽ ഹൊറിസോണ്ടലായിട്ട് വന്നിട്ടും നമ്മുടെ വെർട്ടിക്കൽ പ്ലേറ്റിൽ വെർനിയറിൽ റീഡിങ് കാണിക്കുന്നുണ്ടെങ്കിൽ അതൊരു ഇൻഡെക്സ് ഇററാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ 11th ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് an example for level surface. ഓക്കെ, നമ്മുടെ ലെവൽ സർഫസിന് എക്സാമ്പിൾ. അതിന് മുമ്പ് നമ്മുടെ എർത്ത്. ഓക്കെ, ഈ ഒരു എർത്തിന് പാരലലായിട്ട് വരുന്ന ഒരു സർഫസ് ഉണ്ട്. ഓക്കെ, എർത്തിന് പാരലലായിട്ട് വരുന്ന സർഫസ് ഉണ്ട്. അതിന് പറയുന്ന പേരാണ് ലെവൽ സർഫസ് എന്ന് പറയുന്നത്. ഓക്കെ, ലെവൽ സർഫസ് എന്ന് പറയുന്നത് നമ്മുടെ എർത്തിന് പാരലലായിട്ട് വരുന്ന സർഫസിനാണ് ലെവൽ സർഫസ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ലെവൽ സർഫസിന് ടാൻജൻ്റലായി വരുന്നതാണ് ഹൊറിസോണ്ടൽ സർഫസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു പോയിന്റ്സും ഓർത്തിരിക്കാം. ഇനി അടുത്തത് നമ്മുടെ ഈ ഒരു ലെവൽ സർഫസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു എർത്തിൽ വരുന്ന വാട്ടർ ബോഡീസിൻ്റെ വാട്ടർ സർഫസും ഈ ഒരു ലെവൽ സർഫസ് ആയിട്ട് തന്നെ വരില്ലേ? ഓക്കെ, ഹൊറിസോണ്ടൽ ആയിട്ട് വരുന്ന വാട്ടർ ബോഡീസിൻ്റെ ലെവലും ഒരു ലെവൽ സർഫസ് ആണെന്ന് പറയാം. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ഓപ്ഷനിൽ
നമ്മുടെ സർഫസ് ഓഫ് ദി എർത്ത് ഉണ്ട്, പിന്നെ സർഫസ് ഓഫ് ദി സ്റ്റിൽ ലേക്ക് ഉണ്ട്, പിന്നെ നമ്മുടെ സർഫസ് ഓഫ് ദി റിസർവോയർ ഉണ്ട്, പിന്നെ സർഫസ് ഓഫ് ദി സീ ഉണ്ട്. നമ്മുടെ സർഫസ് ഓഫ് ദി എർത്ത് എന്ന് പറയുന്നത് അല്ല, അപ്പോൾ ഓപ്ഷൻ എ അല്ല. ഇനി അടുത്തത് ബി. പിന്നെ സി നോക്കിക്കഴിഞ്ഞാൽ സർഫസ് ഓഫ് ദി റിസർവോയർ. റിസർവോയറിൻ്റെ സർഫസ് എല്ലായ്പ്പോഴും ഒരു പാരലൽ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആവണമെന്നില്ല. അവിടെ ഓളങ്ങൾ, വേവ്സ് അങ്ങനെയുള്ള ഒരു അണ്ടുലേഷൻസിന് വരുന്നുണ്ട്. അപ്പോൾ അതൊരു ഹൊറിസോണ്ടൽ ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ഒരു സ്റ്റിൽ ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു സോഴ്സ് അല്ല. സോ അതും ഇതിൽ വരുന്നില്ല. സെയിം ആസ് ഫോർ സി. നമ്മുടെ സിയിലും വേവ്സും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഫുൾ ടൈം അതൊരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ളതല്ല എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതുമല്ല. പിന്നെ സ്റ്റിൽ ലേക്ക് ആയിട്ടുള്ള, സ്റ്റിൽ ലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. സോ നമുക്ക് അല്ലെങ്കിൽ ഒരു സോഴ്സാണ്. സോ നമുക്ക് ഒരു ലെവൽ സർഫസിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റിൽ ലേക്ക് ആയിരിക്കും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, when viewed through a telescope the star reading is seen. നമ്മുടെ തിയോഡലൈറ്റിൽ നമ്മുടെ ടെലസ്കോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? തിയോഡലൈറ്റിൽ ടെലസ്കോപ്പ് ഉണ്ട്. ഈ ഒരു ടെലസ്കോപ്പിനുള്ളിൽ നമ്മുടെ ഒരു ഇന്റേണൽ ലെൻസ് ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞു അല്ലേ? ആ ലെൻസിൻ്റെ പ്രത്യേകത അതൊരു കോൺകേവ് ലെൻസ് ആണെന്നും പറഞ്ഞു അല്ലേ? കോൺകേവ് ലെൻസ് ആണെന്നും പറഞ്ഞു. ഈ ഒരു കോൺകേവ് ലെൻസ് ആയതുകൊണ്ട് തന്നെ അതിലൂടെ വരുന്ന ഇമേജ് എന്ന് പറയുന്നത് ഒരു ഇൻഡയറക്റ്റ് ഇൻവേർട്ടഡ് ഇമേജ് ആവില്ലേ? ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് സി ആണ്. മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ ടോട്ടൽ സ്റ്റേഷൻ ഇസ് എൻ ഇൻസ്ട്രുമെൻറ്റ് ഓഫ്, എങ്ങനെയാ? ഓപ്ഷൻ എ ഇൻഫ്രാറെഡ് വേവ് ഇൻസ്ട്രുമെൻറ്റ്, ബി ലൈറ്റ് വേവ് ഇൻസ്ട്രുമെൻറ്റ്, സി മൈക്രോവേവ് ഇൻസ്ട്രുമെൻറ്റ്, ഡി നൺ ഓഫ് ദി എബോ. നമ്മുടെ ടോട്ടൽ സ്റ്റേഷൻ അതൊരു ഇൻഫ്രാറെഡ് ഇൻസ്ട്രുമെൻ്റ് ആണ്. നമ്മുടെ ടോട്ടൽ സ്റ്റേഷനിലൂടെ നോക്കുമ്പോൾ നമുക്ക് അതിലൊരു റെഡ് കളറിലുള്ള പോയിൻറ്റിങ് നമുക്ക് കാണാൻ കഴിയും, ലൈറ്റിങ് കാണാൻ കഴിയും. അതൊരു ഇൻഫ്രാറെഡ് വേവിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ആണ്. സോ നമുക്ക് ഓപ്ഷൻ എ കൊടുക്കാം.